നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ സിപിഎമ്മിന്റെ 10 സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ജില്ലയിലെ എല്ലാ സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കട്ടെ എന്ന് തന്നെയാണോ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്? അതിന് പച്ചക്കൊടി വീശാൻ തന്നെയല്ലേ സംസ്ഥാന നേതൃത്വവും അങ്ങനെ ഒരു തീരുമാനം തന്നെയല്ലേ എടുക്കുകയുള്ളൂ? ഇന്ന് രാവിലെ ചേർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നിലവിലെ 10 സിപിഎം എംഎൽഎമാരും വീണ്ടും മത്സരിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നത്. എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ എത്തുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് നടന്നത്. ഒപ്പം തന്നെ സിപിഎം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ വർക്കല MLA വി ജോയി മത്സരിക്കണമെന്ന കാര്യത്തിലുള്ള ചർച്ചയും നടന്നു. വി ജോയി തന്നെ വർക്കലയിൽ മത്സരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. കാരണം വി ജോയി മത്സരിച്ചില്ലെങ്കിൽ അവിടെ തിരിച്ചടി നേരിടും എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അറിയിച്ചത്. MV ഗോവിന്ദൻ അപ്പോൾ ചോദിച്ചത് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ വി ജോയി മത്സരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു. പക്ഷേ വി ജോയി അല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ അവിടെ തിരിച്ചടിയായിരിക്കും ഫലം എന്നുള്ളതാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എടുത്ത നിലപാട്. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ അത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് ഈ വിവരങ്ങൾ കൈമാറുക, സെക്രട്ടേറിയറ്റിന്റെ വികാരം കൈമാറുക. ആ സംസ്ഥാന കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം തന്നെ നിലവിൽ തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജു അയോഗ്യനായി കഴിഞ്ഞു. അയോഗ്യനായ സാഹചര്യത്തിൽ നിലവിൽ അയോഗ്യത മാറ്റുന്നില്ലെങ്കിൽ ആ സീറ്റ് സിപിഎം തന്നെ ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ ഉയർത്തി. ഒപ്പം തന്നെ നിലവിലെ കോവളം സീറ്റ് അത് RJDയുടേതാണ്. RJD മത്സരിക്കുന്ന സീറ്റ് കൂടി സിപിഎം ഏറ്റെടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയായിരിക്കും തീരുമാനമെടുക്കുക. ശരി വിജിൻ, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നിർദ്ദേശം കൂടി നൽകിയോ MLA-മാർക്ക്? തന്നെ മണ്ഡലത്തിൽ സജീവമാകാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ 14-ൽ 13 MLA-മാരും LDF അംഗങ്ങളാണ്. അവരെല്ലാം മണ്ഡലത്തിൽ നിലവിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ വി ജോയി മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉൾപ്പെടെ നടത്തേണ്ടതുകൊണ്ട് പൂർണ്ണ സമയം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടറിയെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ചോദിച്ചത്. പക്ഷേ വി ജോയി തന്നെ മത്സരിക്കണം എന്നുള്ള അഭിപ്രായമാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. ഒപ്പം തന്നെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് വെക്കാം എന്നുള്ള അഭിപ്രായവും അംഗങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വി ജോയി മത്സരിക്കേണ്ട തീരുമാനത്തിലേക്ക് സിപിഎം സംസ്ഥാന സമിതി എത്തിയാൽ സ്വാഭാവികമായും തിരുവനന്തപുരം സെൻട്രലിന്റെ കാര്യത്തിൽ എന്താകും സംഭവിക്കുക? തിരുവനന്തപുരം സെൻട്രൽ എന്തായാലും നിലവിൽ അയോഗ്യത നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിലാണ് നിലവിൽ ഇപ്പോൾ ആന്റണി രാജു നൽകിയ അപ്പീൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനം എപ്പോൾ എടുക്കുമെന്ന് വ്യക്തമല്ല. ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ സമയം അടുത്തെത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഹൈക്കോടതി അയോഗ്യത ഒഴിവാക്കി നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായ വിധി പൂർണ്ണമായും റദ്ദു ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും അയോഗ്യത നിലനിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാട്ടാൻ നിലവിൽ എന്തായാലും ഇല്ല. അതുകൊണ്ടാണ് സിപിഎം തന്നെ ആ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുമോ? എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 13 സീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ എമ്മിന് നൽകിയിരുന്നത് 13 സീറ്റാണ്. പക്ഷേ കുറ്റ്യാടിയിലെ സീറ്റ് പിന്നീട് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ കാരണം അത് സിപിഎം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അവർ അത് തിരികെ നൽകുകയായിരുന്നു. അങ്ങനെ ഇത്തവണയും 13 സീറ്റ് വേണം എന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് എം ഉന്നയിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം സെൻട്രലിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നിലവിൽ സിപിഎം ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അത് സിപിഎം തന്നെ ഏറ്റെടുക്കണം, മുതിർന്ന ഏതെങ്കിലും ഒരു നേതാക്കളെ. അങ്ങനെയെങ്കിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ പേര് അവിടെ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDF CMPയുടെ CP ജോണിനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ അതൊക്കെ മുന്നിൽ കണ്ട് നിലവിൽ അങ്ങനെ ഒരു മുതിർന്ന CPM നേതാവിനെ തന്നെ വീണ്ടും അവിടത്തേക്ക് മത്സരിക്കാൻ എത്തിക്കുക എന്നുള്ളൊരു നീക്കമൊക്കെ CPM-ന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ എന്ത് തീരുമാനം നിലവിൽ സംസ്ഥാന കമ്മിറ്റി എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.